ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. യഥാർത്ഥ വസ്തുക്കളും ACPയുടെ റിപ്പോർട്ടും തമ്മിലുള്ള പൊരുത്തക്കേടുകൾ എന്തൊക്കെയാണെന്ന് കണ്ടെത്തണം. അത് കോടതിയെ ബോധ്യപ്പെടുത്തിയ ആ റിപ്പോർട്ടിന്റെ വിശ്വാസ്യത നഷ്ടപ്പെടും. എന്തായാലും കോടതിയിൽ നിന്ന് നാളെ അവന്തികയ്ക്ക് സമൻസ് പോവും. എൻക്വയറി ഓഫീസറെയും അവന്തികയെല്ലാം കോടതിയിൽ വിസ്തരിക്കണമല്ലോ. വരട്ടെ, നോക്കാം. ചേച്ചി ചേച്ചി കാണിക്കുന്ന ഒട്ടും ശരിയല്ല. പരസഹായം ഇല്ലാതെ ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയില് ഒരാൾ അവിടെ വിഷമിച്ച് കിടക്കുക. ഒന്നുമില്ലെങ്കിലും ചേച്ചിയുടെ ഭർത്താവല്ലേ. ചേച്ചി ആ മുറി ചെന്ന് നോക്കിയേ. രാജീവിന്റെ യൂറിൻ ബാഗ് നിറഞ്ഞിട്ട് 1 മണിക്കൂർ കഴിഞ്ഞു. അതിന്റെ 3/4 ഭാഗം വരെ നിറഞ്ഞ മാറ്റണമെന്ന് ഡോക്ടർ ഇന്നലെ പറഞ്ഞതല്ലേ. വേഗം ചെന്ന് എടുത്ത് മാറ്റ്. എന്നെ കൊണ്ടൊന്നും വയ്യ. നീ വേറെ ആരോടെങ്കിലും പറ. വേറെ ആരോട് പറയാൻ? ചേച്ചി, ഞാനും അമ്മയൊക്കെ അന്യ സ്ത്രീകളാ. ചേച്ചിയാണ് അയാളുടെ ഭാര്യ. ഇതെല്ലാം ചെയ്യേണ്ടത് ചേച്ചി തന്നെയാ. അത് ചേച്ചിയുടെ കടമയാ. ഭാര്യ പദവിയെ കുറിച്ചും കടമയെ കുറിച്ചൊന്നും നീ എന്നെ പഠിപ്പിക്കണ്ട. എല്ലാത്തിനും ഒരു പരിധിയുണ്ട്. എത്ര കാലം എന്ന് വെച്ചാ ഞാൻ ഈ വിഴുപ്പലക്കുന്നത്? മതിയായി എനിക്ക്. വീണുപോയ ഭർത്താവിനെ ശുശ്രൂഷിക്കുന്നത് വിഴുപ്പലക്കല. കുറെ കാലം ചെയ്തു മടുക്കുമ്പോഴേ അതൊരു വിഴുപ്പലക്കലായി തോന്നും. സ്വയം അനുഭവിക്കുമ്പോഴേ മനസ്സിലാവൂ. ചേച്ചി, ഈ ലോകത്ത് അച്ഛനും അമ്മയും ഭർത്താവിനെയൊക്കെ നോക്കുന്ന ഒരുപാട് സ്ത്രീകളുണ്ട്. ചേച്ചി ആകാശത്തുനിന്ന് പൊട്ടി വീണൊന്നും അല്ല. ഇത് ലോകത്ത് ആദ്യമായിട്ട് ചെയ്യുന്ന ആളുമല്ല. അതുകൊണ്ടേ ചെയ്യുന്നതൊക്കെ വലിയ ത്യാഗമാണെന്നൊന്നും ചേച്ചി വിചാരിക്കണ്ട. എന്നോട് ഇങ്ങനെയൊക്കെ പറയാൻ മാത്രം നീ ആരാന്ന നിന്റെ വിചാരം? ഒരു ഹോം നഴ്സിനെ നിർത്താന്ന് ഞാൻ നേരത്തെ പറഞ്ഞതല്ലേ. നീയും കൂടെ ചേർന്നല്ലേ അത് വേണ്ടാന്ന് പറഞ്ഞത്. എന്നിട്ടിപ്പോ കടമയും സ്നേഹവും പഠിപ്പിക്കാൻ വന്നിരിക്കുന്നു. ഹോം നഴ്സിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാവുന്നത് വരെ ആ നിറഞ്ഞ യൂറിൻ ബാഗ് അവിടെ തന്നെ കിടക്കട്ടെ എന്നാണോ ചേച്ചി പറയുന്നത്? ആ, അത്രയ്ക്ക് നിർബന്ധമാണെങ്കിലേ നീ തന്നെ ചെന്ന് മാറ്റിക്കോ. കുറച്ചു നേരെ കണ്ണടച്ചങ്ങ് പിടിച്ചാ മതി. ചേച്ചി, നിലവിട്ട് സംസാരിച്ചാ ഞാൻ തിരിച്ചു പെരുമാറുന്ന രീതിയും വേറെ ആയിരിക്കും. ഒരാൾ മറ്റൊരാൾക്ക് വിലയും ബഹുമാനവും ഒക്കെ കൊടുക്കുന്നതേ അവരുടെ സ്ഥാനം മാത്രം നോക്കിയിട്ടല്ല, അവരുടെ സ്വഭാവവും പെരുമാറ്റവും കൂടി നോക്കിയിട്ടാ. അനാവശ്യ സംസാരങ്ങൾ ഉണ്ടായാ ചേച്ചി എന്നുള്ള സ്ഥാനം ഞാനങ്ങ് മറക്കും. നീ എന്നെ എന്ത് ചെയ്യൂടി? പറയടി. എന്താ മോളെ? എന്താ കാര്യം? അമ്മേ, രാജീവിന്റെ യൂറിൻ ബാഗ് മാറ്റാൻ ചേച്ചിക്ക് സൗകര്യമില്ലാന്ന്. ഈ കാര്യം പറഞ്ഞ് നീ എന്നോട് വഴക്കിടാൻ വരുന്ന എന്തിനാ? നിന്റെ ഭർത്താവല്ലല്ലോ, എന്റെ ഭർത്താവല്ലേ. എന്റെ ഭർത്താവായിരുന്നെങ്കിലേ ഞാൻ 100% സന്തോഷത്തോടു കൂടി തന്നെ ചെയ്യുമായിരുന്നു. ഇങ്ങനെയൊക്കെ പറ്റിയതേ രാജീവിന് മാത്രം കുഴപ്പമല്ല, ചേച്ചിയുടെ കർമ്മദോഷം കൂടിക്കൊണ്ട് തന്നെയാ. രാജീവിനെ നോക്കാൻ ഇവിടെ ചേച്ചി ഉള്ളപ്പോ ഒരു ഹോം നഴ്സിനെ വയ്ക്കാൻ പോകുന്നില്ല. ചേട്ടനെ നോക്കേണ്ടത് ചേച്ചിയുടെ മാത്രം കടമയാ. ഇതിനൊന്നും കഴിയുന്നില്ലെങ്കിലേ ഒരു ഭാര്യ എന്നും പറഞ്ഞ് രാജീവിനെ കൺമുമ്പിൽ നിൽക്കുന്ന എന്തിനാ? അതൊക്കെ കാണുമ്പോഴേ ഭർത്താവ് എന്ന നിലയിൽ രാജീവിന് വിഷമാവും. ചേച്ചി ഇപ്പൊ വില കുറച്ച് പറഞ്ഞില്ലേ കടമയും സ്നേഹത്തെക്കുറിച്ചൊക്കെ. അതൊന്നും ഇല്ലാത്തൊരാളെന്നുള്ള നിലയില് ചേച്ചിയെ നല്ല രീതിയിൽ കാണാൻ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടാ. അതുകൊണ്ട് അവനവന്റെ മിനിമം കടമകളൊന്നും ചെയ്യാതെ ഇതുപോലെ ഫോണും നോക്കി സ്വന്തം കാര്യം മാത്രം നോക്കി നിൽക്കുന്ന ഒരാളായിട്ട് ഈ വീട്ടിൽ വേണോന്ന് ചേച്ചി തന്നെ ഒന്ന് ആലോചിക്കും. വക്കീലിന് ലേറ്റായോ? ഇല്ലല്ലോ. ഏയ്, നമ്മള് വളരെ നേരത്തെയാ. എനിക്ക് ഒരു 11 മണിക്ക് മുമ്പ് കോടതിയിൽ എത്തിയാൽ മതി. ഹലോ, ആ അതെ, ഇത് കറക്റ്റ് ഇൻഫർമേഷൻ ആണോ? ശരി, ഞാൻ നോക്കിക്കോളാം. ഓക്കെ. എന്താ ഒരു ടെൻഷൻ പോലെ? ആ ACP സാന്ദ്ര തോമസ് പറ്റിച്ചല്ലോ. എന്താ പ്രശ്നം? നമ്മൾ കൊടുത്ത കേസിൽ അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ കോടതി ഉത്തരവിട്ടിരുന്നല്ലോ. അവന്തികയ്ക്ക് അനുകൂലമായിട്ടാ അവര് റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നത്. അതെങ്ങനെ സംഭവിച്ചു? സാന്ദ്ര മാഡം ഒരു നല്ല ഓഫീസർ ആണെന്നാണല്ലോ കേട്ടത്. അതെ, നല്ല ട്രാക്ക് റെക്കോർഡുള്ള ഓഫീസറാണെന്ന്
അങ്ങനെയാ ഞാനും അവരെ കുറിച്ച് കേട്ടത്. ACP സാന്ദ്ര തോമസിനെ പോലൊരാള് ഇങ്ങനെ ചെയ്യുന്നു ഞാൻ കരുതിയില്ല. എതിർഭാഗത്ത് അവന്തികയല്ലേ, നമ്മൾ എന്തും പ്രതീക്ഷിക്കണമായിരുന്നു. റിപ്പോർട്ടിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? ആ പ്രോപ്പർട്ടീസ് എല്ലാം അവന്തിക അസോസിയേറ്റ്സിന്റെ പേരിലുള്ളതാണെന്നാ ACP സാന്ദ്ര തോമസിന്റെ റിപ്പോർട്ട്. നെല്ലിശ്ശേരി ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ പേര് പോലും അതിൽ ഒരിടത്തുമില്ല. ഇനി എന്ത് ചെയ്യും? കേസ് അവർക്ക് അനുകൂലമായിട്ട് വിധി വരുമോ? ഹേയ്, കോടതിക്ക് അവരുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ മാത്രം അങ്ങനൊരു തീരുമാനം എടുക്കാൻ കഴിയില്ല. തെളിവും സാക്ഷികളും ഒക്കെ വേറെ ഉണ്ടല്ലോ. എന്നാലും ACP സാന്ദ്ര തോമസിനെ പോലൊരു ഓഫീസറുടെ റിപ്പോർട്ടെന്ന് പറയുമ്പോ കോടതി അങ്ങനെ തള്ളിക്കളയോ? തള്ളിക്കളയില്ല, കോടതി അത് പരിഗണിക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് നമ്മൾ ഇത്തിരി കൂടി പണിയെടുക്കേണ്ടി വരും, അത്രേ ഉള്ളൂ. അവരുടെ റിപ്പോർട്ട് തെറ്റാണെന്ന് കോടതിയിൽ നമ്മൾ തെളിയിക്കണം. അതൊക്കെ എങ്ങനെ തെളിയിക്കും? അതിനെക്കുറിച്ച് ഓർത്ത് സച്ച് പേടിക്കണ്ട. ഇതുപോലുള്ള പല റിപ്പോർട്ടുകളും കോടതിയിൽ ഞങ്ങൾ പൊളിച്ചടുക്കിയിട്ടുണ്ട്. യഥാർത്ഥ വസ്തുക്കളും ACPയുടെ റിപ്പോർട്ടും തമ്മിലുള്ള പൊരുത്തക്കേടുകൾ എന്തൊക്കെയാണെന്ന് കണ്ടെത്തണം. അത് കോടതിയെ ബോധ്യപ്പെടുത്തിയ ആ റിപ്പോർട്ടിന്റെ വിശ്വാസ്യത നഷ്ടപ്പെടും. എന്തായാലും കോടതിയിൽ നിന്ന് നാളെ അവന്തികയ്ക്ക് സമൻസ് പോവും. എൻക്വയറി ഓഫീസറെയും അവന്തികയെല്ലാം കോടതിയിൽ വിസ്തരിക്കണമല്ലോ. വരട്ടെ, നോക്കാം. ആരതി പറയുന്ന വാക്കുകൾ കേൾക്കുമ്പോ വല്ലാത്തൊരു ധൈര്യവും ആത്മവിശ്വാസവും ഒക്കെ തോന്നുന്നുണ്ട്. നമ്മള് ജയിക്കും അല്ലേ? സത്യം എന്തായാലും ജയിക്കും സച്ചി. പോ നമുക്ക്. ആ, ഇപ്പോഴാ താൻ ശരിക്കും ഈ വീടിന്റെ വീട്ടമ്മയായത്. ഇതുപോലെ സന്തോഷമുള്ളൊരു വാർത്ത ഞാൻ ഈ അടുത്ത കാലത്തൊന്നും കേട്ടിട്ടില്ല. സഹോദരിക്ക് പണി കിട്ടുന്നതിലേ ഇത്രയും സന്തോഷമുള്ള ഒരു സഹോദരനെ ഈ അടുത്ത് ഞാനും കണ്ടിട്ടില്ല. അതല്ലടോ, അവളുടെ മനസ്സില് സ്വാർത്ഥതയുടെ ഒരു വലിയ കൊമ്പുണ്ട്. അതൊടിച്ചു കളയണം. എന്നാലേ അവൾക്കൊരു നല്ല ഭാര്യയെ ജീവിക്കാൻ കഴിയും. അതിനു പറ്റിയ ഏറ്റവും നല്ല അവസരമായത്. താനത് നല്ലപോലെ ഉപയോഗിച്ചു. ദേ, ഇനി പവർ വിട്ട് കളയരുത്. ഞാനങ്ങനെ ആരുടെയെങ്കിലും മേൽ അധികാരം സ്ഥാപിക്കാൻ വേണ്ടി പറഞ്ഞതല്ല ഇത്. ആ സാഹചര്യത്തിൽ അങ്ങനെ പൊട്ടിത്തെറിച്ചു പോയി എന്ന് മാത്രമേ ഉള്ളൂ. സാഹചര്യങ്ങൾക്കനുസരിച്ച് സത്യസന്ധമായി പെരുമാറാൻ കഴിയുക എന്നുള്ളതാണ് ഒരാളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ വിജയം. സത്യം പറഞ്ഞാ തന്നെ കുറിച്ച് ഓർക്കുമ്പോ എനിക്ക് വലിയ അഭിമാനം. എന്റെ മോൾക്ക് ഒരു നല്ല അമ്മ മാത്രമല്ല, ഈ കുടുംബത്തിന് ശരിക്കുമുള്ള താങ്ങും തണലും ഒക്കെ താൻ തന്നെയാണ്.